ഹാവു അങ്ങനെ വേനൽക്കാലമൊക്കെ ആയില്ലേ, ലീവൊക്കെ വിട്ട് ഇനി നമ്മള് കാറ് മേടിച്ചു കൊടുത്ത എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഇനി നമ്മൾ എങ്ങോട്ടെങ്കിലും റൈഡ് പോവാം. അയ്യോ, ആദ്യത്തെ റൈഡ് ഓഫ് റോഡിങ് ആണോ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ വണ്ടി ഓഫ് റോഡിങ് പോവോ ഇല്ലയോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാലോ. എന്നാ പിടിച്ചോ എന്റെ പൊന്നോ, എന്തൊരു സ്പീഡല്ലേ! എന്നാ ലുക്കാണ് ഇതിന്. വണ്ടിക്ക് പേരെന്ത് ഇടാം? സൂപ്പർ കാറിന് ഇടാം അല്ലേ? കാട്ടിന്റെ ഇടയ്ക്ക് പോകുന്നത് നല്ല രസമുണ്ട്, വണ്ടിക്ക് നല്ല പിക്കപ്പ് ഉണ്ട്. അതെന്താ, അത് പോലീസ് മാമന്മാരല്ലേ? അതാരാ അത്? ഇതെന്താ ഇവിടെ കൊറേ കാറും ബൈക്കൊക്കെ വന്ന് നിക്കുവാണല്ലോ. ഇതെന്താ ഇത് ഇവിടെ നടക്കുന്നേ? എന്റെ പൊന്നെ, അത് മൈക്കിളുടെ ആൾക്കാരല്ലേ? ഈ കാര്യം എങ്ങനെയെങ്കിലും പോയിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ അടുത്ത് പറയണം, ഇത് മൈക്കിളുടെ ആൾക്കാര്, അത് മാഫിയനെ പോലെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്റെ പൊന്നോ, ഇപ്പൊ എനിക്കറിയത്തില്ല, പെട്ടെന്ന് നേരെ പോയിട്ട് ഫ്രാങ്ക്ലിന്റെ അടുത്ത് എല്ലാ കാര്യവും പറയണം. ആദ്യം പോട്ടെ. അയ്യോ എടാ, ഇതെന്താ എന്റെ പൊന്നോ, എനിക്ക് കണ്ടിട്ട് കയ്യും വരയ്ക്കുന്നു കാലും വരയ്ക്കുന്നു. നേരെ പോയിട്ട് ഫ്രാങ്ക്ലിന്റെ അടുത്ത് പറയണം. ഈ വണ്ടിയാണെങ്കിൽ ഇത് എന്താ ഇത്? എന്റെ പൊന്നോ, നേരെ പോവാ. ആദ്യം പോയിട്ട് ഫ്രാങ്ക്ലിന്റെ അടുത്ത് പറയട്ടെ. അതിനു മുമ്പ് ഓഫ് റോഡിങ് ടയറൊക്കെ ഈ വണ്ടിക്ക് ഇടണം. അതൊരു സൈഡ് ഇരിക്കട്ടെ. നമ്മൾ നേരെ പോയിട്ട് ഫ്രാങ്ക്ലിൻ, അയ്യോ ചേച്ചി എനിക്ക് മാപ്പ് തരണേ. ചേച്ചി, എടാ ഫ്രാങ്ക്ലിനെ, നീ ഇവിടെ നിൽക്കുവാണോ? നല്ല സമയത്താണ് നീ നിൽക്കുന്നേ. എടാ നമ്മുടെ അയ്യോ സോറി എടാ. എന്തുവാടാ വന്നിട്ട് എന്നെ തള്ളിയിടുന്നത്? ഫ്രാങ്ക്ലിനെ, ആ കാടില്ലേ, അവിടെ മാഫിയ ഗ്യാങ്ങും പിന്നെ മൈക്കിളിന്റെ ഗ്യാങ്ങും എന്തൊക്കെയോ പൈസയും കൊടുത്ത് എന്തൊക്കെയോ മേടിക്കോടാ. വാടാ നമുക്ക് പോയി നോക്കാം. മൈക്കിളുടെ ഗ്യാങ്ങോ? എന്നാ വാടാ നമുക്ക് പോയി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു മൈക്കിൾ ആ മാഫിയുമായിട്ട് ലിങ്ക് വെച്ചിട്ടുണ്ടെന്ന്. എടാ നീ വാ, നീ എന്താ? കുഴപ്പമില്ല, നിൽക്ക്, ഞാൻ വണ്ടി എടുക്കട്ടെ. ഇന്ന് ആ മൈക്കിളെ വിളിച്ചിട്ട് നേരെ പോയിട്ട് മൈക്കിളിനെ കൊല്ലണം. അവന് മാഫിയുമായിട്ടാണെന്ന് തോന്നുന്നു ലിങ്ക്. നമുക്ക് നിൽക്ക് ഒരു മിനിറ്റ്. വണ്ടി ഇങ്ങത്താ, ഞാൻ ഓടിക്കാം. എന്താടാ കാണിക്കുന്നേ? എടാ ഞാൻ ഓടിക്കാൻ പോടാ, നീ ഒന്ന് മാറിയേ. ഇവൻ എന്താ പ്രാന്തായോ? ഇതെന്താ സൂപ്പർമാന്? ഞാനൊന്ന് പോട്ടെ, എവിടെ ഒന്ന് പോയിട്ടൊന്ന് വണ്ടി ഒന്ന് തിരിച്ചിട്ട് വരട്ടെ. എടാ ഓടി വരല്ലേ, വണ്ടി ഇടിക്കും. അതാണ്ട് ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇടിക്കുന്നത്. ഇച്ചിരി നേരം നീ അവിടെ കിടന്നോ. ഒരു കുഴപ്പമില്ല. നിൽക്ക്, ഞാൻ മൈക്കിലെ വിളിച്ച് ഞാൻ വരാൻ പറയട്ടെ. ആദ്യം എനിക്ക് മൈക്കിലെ വിളിക്കട്ടെ. ഇതെന്താ റിങ് പോകുന്നുണ്ടോ? എടാ മൈക്കിലെ, ഹലോ, നീ എവിടെയാടാ? എടാ ഒരു അർജന്റ് കേസുണ്ട്, വാ നമുക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് വരണം. പിന്നെന്താടാ, ഞാൻ വരാം. നീ ആ കോഫി ഷോപ്പിന്റെ അടുത്ത് വന്ന് നിൽക്ക്, ഞാൻ വരാം. വന്നോണ്ടിരിക്കുക. എന്നാ പെട്ടെന്നേ, ഞാനാണെങ്കിൽ താണ്ട് വന്നോണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. എടാ മൈക്കിലെ, എനിക്കറിയാണ്ട് നീ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണോടാ? എടാ നമുക്ക് സിറ്റി അല്ലേടാ ആവശ്യം. നമ്മൾ 3 പേരല്ലേടാ ഇവിടെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. നീ തന്നെ ഈ സിറ്റിന്ന് നശിപ്പിക്കുവോ? ഭാഗ്യത്തിന് അവനൊന്നും അറിയത്തില്ല, പാവം. ആടാ മൈക്കിലേ, വാടാ നമുക്കേ ഒരു സ്ഥലം വരെ പോവാണ്ടേ. അപ്പോൾ നമുക്കാണെങ്കിൽ പോയിട്ട് വരാം. എന്തുവാടാ ഫ്രാങ്ക്ലിനെ ഇത്രയും പെട്ടെന്ന് അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞ? എന്തെങ്കിലും പ്രശ്നമാണോ? അതെ, പ്രശ്നമൊന്നുമില്ല മൈക്കിളെ, നമുക്കാണെങ്കിൽ എവിടെയെങ്കിലും പോവാ. അതിനാ ഞാൻ പേടിച്ചു പോയി, നിനക്ക് ആ കാര്യം അറിഞ്ഞെന്ന് വിചാരിച്ച്. എടാ വാ നമുക്ക് ഇറങ്ങാം. എടാ മൈക്കിളെ, എനിക്ക് നിന്നെ കുറച്ചെല്ലാം അറിയാടാ. പാവം ഫ്രാങ്ക്ലിൻ, ഇന്ന് അവനെ ഞാൻ കൊല്ലും, ഉറപ്പായിട്ട് ഞാൻ കൊല്ലും. എടാ മൈക്കിളെ, നിന്റെ അടുത്ത് വെപ്പൺസ് ഉണ്ടോ? എന്താ, ഞാൻ തോക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നിന്റെ അടുത്ത് ഗണ്ണുണ്ടോ? അല്ല, ചെറിയ നമുക്കൊരു ഹണ്ടിങ്ങിന് പോയാലോ? നമുക്ക് ഫിഷ് ഹണ്ടിങ്ങിന് പോവാം. അതിന് തോക്ക് ആവശ്യപ്പെടും. ആരെങ്കിലും വന്ന് നമ്മളെന്തെങ്കിലും അടിക്കുകയോ ഇടിക്കുകയോ ചെയ്താൽ നമുക്ക് നമ്മുടെ ഡിഫൻസിന് വേണ്ടി വേണ്ടേ? നമുക്ക് പോവാം. ഫിഷിങ്ങിന് ഈ സൈഡിലാണോ ഇവൻ വരുന്നത്? എനിക്ക് തോന്നുന്നു ഇവൻ ആ കാര്യം കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. എന്തൊരു മനോഹരല്ലേ ഡിഫൻഡർ ഫാൻസ്. ഗൈസ്, ഡിഫൻഡർ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറയണേ. എടാ മൈക്കിളെ, അതെന്താടാ അവിടെ ഒത്തിരി പോലീസുകാരുള്ളത്? ഇതെന്താ ഇവിടെ എന്തോ നടക്കുവാണല്ലോ? എടാ മൈക്കിളെ, നീ വാടാ, നമുക്ക് പോയിട്ടൊന്ന് നോക്കാം എന്താ നടക്കുന്നതെന്ന്. ഇതെന്താ ഇവിടെ കുറേ കാറും ബൈക്കൊക്കെ ഉണ്ടല്ലോ? എന്താ നമുക്ക് നോക്കാം. ആദ്യം നിനക്ക് ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. എന്താ ചെയ്യാ? അവന് അറിയാൻ തോന്നുന്നു, അവൻ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. കയ്യിൽ തോക്ക്. ഇതാണ്ടാ കറക്റ്റ് സമയം. എന്നാ വെടിവെക്കാൻ തുടങ്ങി. ഇന്നാടാ വാങ്ങിച്ചോടാ, എല്ലാവരും വാങ്ങിച്ചോടാ. ഇന്നാ പിടിച്ചോ. മൈക്കിളെ, എടാ നിന്നെ കുറച്ച് എനിക്കെല്ലാം അറിയാം. നീ എന്താ വിചാരിച്ച ഞാൻ മണ്ടനാണെന്നോ? നീ എന്തിനാടാ വെറുതെ ആ തോക്ക് കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്നത്? വെറുതെ ഷോ കാണിക്കാനാണോടാ? എന്നാ മേടിച്ചോ. ഇതെന്താ എല്ലാവരും ഓടുന്നേ? ദാണ്ട് ഓടി. നിൻ്റെ ആൾക്കാർ ഇത്രേ ഉള്ളോടേ? എല്ലാവരും പേടിച്ച് ഓടുന്നവരാണോ എല്ലാം? ഇതെന്താ പോലീസുകാരും നിൻ്റെ കയ്യിലാണല്ലേ? എന്നാ എല്ലാവരും ഇന്ന് ഫിനിഷ് ആകും ഞാൻ. അത്രേ ഉള്ളൂ. എന്നാ വാങ്ങിച്ചോ. നമ്മുടെ അടുത്താണ് കളി. എന്നാ എടുത്തോ. എന്നാ അവൻ കണ്ടുപിടിച്ചു. ഇനി കറക്റ്റ് സമയം കിട്ടുമ്പോ അവനെ ഷൂട്ട് ചെയ്യണം. ഇനി അടുത്തത് മൈക്കിളിനെ എങ്ങനെയെങ്കിലും നമ്മൾ കൊല്ലണം.
ഇപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്താലോ? ഇപ്പൊ വേണ്ട, അവന് സംശയം വരും. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. എന്താടാ എല്ലാരും ഷൂട്ട് ചെയ്തില്ലേ എന്റെ ആൾക്കാരെ തന്നെ? നിന്നെ ഞാൻ വെടിവെക്കടാ, ഉറപ്പായിട്ടും നിന്നെ കൊല്ലും. ഇനി ഈ സിറ്റിയിൽ ഞാനാണ് രാജാവ്. ഇനി ആരെന്ത് വിചാരിച്ചാലും ഒന്നും നടക്കത്തില്ല. സിറ്റീനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ നിങ്ങളെ കൊണ്ട്. എന്താടാ നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സിറ്റീനെ നിങ്ങൾക്ക് നശിപ്പിക്കാമെന്നാണോ? ഞാൻ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് നടത്താൻ പറ്റത്തില്ലടാ. എടാ മൈക്കിളെ, നീയും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ മൈക്കിളെ. നിന്നിലിരുന്ന് ഞാൻ ഇത് പ്രതീക്ഷയില്ലടാ. എന്ത് ചെയ്യാനാ? എന്നാ പിടിച്ചോ, ഇത് നിൻ്റെ അവസാനത്തെ ഒരു ഫ്ലെയറാടാ മൈക്കിളെ. നിന്നെ ഞാൻ കൊല്ലും ഉറപ്പായിട്ടും. നിന്റെ വിചാരം എന്താ, ഞാൻ മണ്ടനാണെന്നാണോ? എന്നാ മേടിച്ചോ, നിന്റെ ആൾക്കാരല്ലേ ഇതൊക്കെ. ഇവനെന്താ ഇത് ചെയ്യുന്നത്? നമ്മൾ ഷൂട്ട് ചെയ്യൂ. ഇതിനകത്ത് വരെ ഗണ്ണിന് ബുള്ളറ്റ് വരെ ഇല്ല. എനിക്ക് പേടിയാവുന്നു. എന്നാ മേടിച്ചോ, എല്ലാവരും പോട്ടെ. അത്രേ ഉള്ളൂ. മൈക്കിളെ വാടാ, നിനക്കും കൊണ്ടാ ഇങ്ങനത്തെ. ആദ്യം ഈ കാറിലൊക്കെ സ്റ്റിക്കി ബോംബ് ഞാൻ വെക്കട്ടെ ഒന്ന്. എന്നോടാണ് കളി. ഇതൊക്കെ ബ്ലാക്ക് മണി അല്ലേ? അതൊക്കെ എക്സ്പ്ലോസീവ്സ് ആണ്, അതിനകത്തൊക്കെ ബോംബാണുള്ളത്. ഇതൊക്കെ കൊണ്ടുപോയി സിറ്റിയിൽ വെച്ച് എല്ലാവരും കൊല്ലാൻ വേണ്ടിയിട്ടല്ലേടാ. എന്നാ മേടിച്ചോ. മൈക്കിളെ, നീ മരിച്ചില്ലേ? ഇതിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറയണേ. അങ്ങനെ ഫൈനലി നമ്മളാണെങ്കിൽ മൈക്കിളിനെയും കൊന്നു. അങ്ങനെ ഫൈനലി അവരുടെ മാഫിയ ഗ്യാങ്ങിലുള്ള കാറുകളെയും നമ്മൾ പൊട്ടിത്തെറിപ്പിച്ച് ഗൈസ്. അത്രേ ഉള്ളൂ. പിന്നെ അല്ല, സിറ്റിയിൽ കൈവച്ചാൽ നമ്മൾ വെറുതെ വിടുമോ? സോ നെക്സ്റ്റ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറയണേ. ആൻഡ് നെക്സ്റ്റ് ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ഇടണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.